ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം ഇപ്പോൾ CPM പാർട്ടി ഗ്രൂപ്പുകളിൽ മെമ്പർമാരുടെ രോഷ പ്രകടനം എന്നതാണ് ഇപ്പോഴത്തെ ചില വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡിലെ ഒരു പാർട്ടി ഗ്രൂപ്പിൽ നിന്നും ചോർന്നത് എന്ന് പറയപ്പെടുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നത്. അതിലൊരു പ്രവർത്തകന്റെ രോഷമാണ് കേൾക്കാൻ സാധിക്കുന്നത്. നേതാക്കന്മാരോടൊന്നും ഒന്നും പറയാൻ പറ്റില്ല എന്നും എല്ലാവരും കളക്ടർമാരെ പോലെയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ നേതാക്കന്മാരൊക്കെ ഇത്തവണ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് അന്വേഷിക്കാനും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പലയിടങ്ങളിലും ഉയരുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ പ്രചരിക്കുന്ന ആ ശബ്ദ സന്ദേശം കേൾക്കാം. പരിശോധിക്കണം, പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തിനോന്ന് പാർട്ടി പരിശോധിക്കണം. ഇപ്പോൾ അപ്പുറം ഇപ്പുറമെല്ലാം വെടിപെടുന്നുണ്ട്. നാണം കെട്ടിട്ട് ഇവിടെ സഹിച്ച് നിൽക്കുന്നത്, പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇരുന്നത്. ഇങ്ങനെ ഒരു തോൽവി ഉണ്ടാകുമോ? കഴിഞ്ഞ പ്രാവശ്യം ശബരിമല, പെരിയ, കൊൽക്കേസ്, രാഹുൽ ഗാന്ധി തരംഗം എന്നെല്ലാം പറഞ്ഞിട്ട് നിന്നു. ഇപ്പം എന്ത് തരംഗമില്ലത്? ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി മക്കളെ കാര്യത്തിൽ തന്നെ നമുക്ക് ഈ തോൽവി സമ്മതിക്കേണ്ടി വരും. ജനങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടല്ലോ ഇതെല്ലാം. മണ്ടന്മാരല്ല ജനങ്ങൾ. 10-15 മന്ത്രിമാർ 2 ലക്ഷം 3 ലക്ഷം ശമ്പളം പിടിച്ച് അവരെ വീട്ടിൽ കെട്ടി വെച്ചിട്ടാകുമ്പോൾ ഒരു മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മന്ത്രിമാരാണ് ഉള്ളത്. പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഈ മാസം ശമ്പളം വേണ്ട, അല്ലെ ഒരു MLA അല്ല മന്ത്രി. ഈ പറഞ്ഞതിനൊന്നും നമ്മുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒന്നുമില്ല കേട്ടോ. കാര്യം തന്നെ പറഞ്ഞത് കേൾക്കണം, ലോക്കൽ കമ്മിറ്റി തന്നെ കേൾക്കണത്. അപ്പുറം ഇപ്പുറം വെടിപൊട്ടുമ്പോഴല്ലോ നമ്മൾ നെഞ്ഞിടിക്കുന്നില്ല. രാജൻ പറഞ്ഞ കറ്റന്നെ ഒന്ന് പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർക്കും പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തില്ലെന്ന് അത് നോക്കണം. ഇത് പിന്നെ കലക്ടർ മതിയല്ലേ എടുത്ത നേതാക്കന്മാർ. കലക്ടർ ഒന്ന് പറയാൻ കഴിയുമോ? മിണ്ടുവോ? എന്തായിപ്പോൾ എല്ലാവർക്കും ഒരു ഇത് വേണം. ബംഗാൾ ഈനാട്ടായി. ബംഗാൾ ഈനെക്കാട്ടും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിനെക്കാട്ടും കടയായി പോയി ഇവിടെ കേരളത്തിൽ. കഴിഞ്ഞതിനെക്കാട്ടും രാജമോഹൻ ഉണ്ണിത്താൻ നോക്കോ. എന്താ ആരോഗ്യമാരും നിങ്ങൾക്കും പ്രശ്നമില്ല. ഇത് വോട്ട് ചെയ്തവർക്ക് ആ വിഷമം ഉണ്ടാവും. തോറ്റ് നാറിറ്റി മെമ്പർഷിപ്പും വേണ്ട, ഒന്നും വേണ്ട. നമുക്കൊന്നും അമ്മയുടെ വോട്ട് വേറെ പുറത്തില്ല ആളെ കൊണ്ട് ചെയ്യിക്കണം. ഞാനടക്കം പോയി ചെയ്തതാണ്. ആ വിഷമം നമുക്ക് നല്ലോണ്ട്. എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട, ഒന്നും വേണ്ട. ഞാൻ അനുവായിട്ട് നിന്നോളാം. ഇനി നമുക്കിന്ന് ഉത്തരം പറയാനൊന്നും കഴിയായി. ഞാനോടും ഉത്തരം പറയണം. കലക്ടർമാർ നിന്നിട്ട് നേതാക്കന്മാർ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ അയരോട്ടൊക്കെ ആ സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്ന് ആരെങ്കിലും കൊണ്ടുവന്നിനാ? 2 പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇയാൾ സതീചന്ദ്രൻ ആരെപ്പോൾ ഒരു വീട്ടിൽ പോയി കൂടി. ഈ പ്രാവശ്യം സമയമില്ലേലും വരാൻ സമയമില്ലാന്ന് അയാളെ നിർത്തിക്കുമ്പോഴേ ഇവിടെ അഭിപ്രായം ഉണ്ടായി. നല്ല സ്ഥാനാർത്ഥിയാണ്, നല്ലതല്ലാന്ന് കേൾക്കണം. കേൾക്കണം. അത്രയും സങ്കടം എനിക്ക്. സങ്കടം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്.